DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യാ കേസിൽ വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ആശ്വാസം. ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തപ്പെട്ട നേതാക്കൾക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് കൽപ്പറ്റ സെഷൻസ് കോടതി. കേസിൽ താൻ നിരപരാധിയാണെന്നും നിയമസഭാ സമ്മേളനത്തിന് ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകുമെന്നും IC ബാലകൃഷ്ണൻ MLA പ്രതികരിച്ചു. മുൻകൂർ ജാമ്യം ലഭിച്ചാലും സമരം തുടരാനാണ് CPIM തീരുമാനം. DCC ട്രഷററുടെ ആത്മഹത്യയിൽ പ്രതിരോധത്തിലായ കോൺഗ്രസിന് അല്പമെങ്കിലും ആശ്വാസം കിട്ടുന്നതാണ് കൽപ്പറ്റ സെഷൻസ് കോടതിയുടെ വിധി. മുൻകൂർ ജാമ്യം അനുവദിക്കാതിരിക്കാനുള്ള പ്രോസിക്യൂഷൻ വാദങ്ങളെ കോടതി തള്ളി. DCC ട്രഷറർ NM വിജയൻ, മകൻ ജിജേഷ് എന്നിവരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കുറിപ്പ് പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുത്തത്. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മുൻ കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥൻ എന്നിവർക്കെതിരെ ചുമത്തിയത്. കൽപ്പറ്റ സെഷൻസ് കോടതി 3 പേർക്കും മുൻകൂർ ജാമ്യം അനുവദിച്ചു. കേസിൽ നിരപരാധിയാണെന്ന് IC ബാലകൃഷ്ണൻ MLA. യഥാർത്ഥത്തിൽ ഇതൊരു രാഷ്ട്രീയമാക്കി മാറ്റിയെന്ന എൻ്റെ ജനകീയത ചില വ്യക്തികൾക്കും ചില രാഷ്ട്രീയ പാർട്ടിക്കും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്നെ രാഷ്ട്രീയമായി എൻ്റെ ജനകീയത്വം തകർക്കുന്നതിന് വേണ്ടി ഇത്തരം നിലപാടുകളും ഇത്തരം ആരോപണമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ ഹാജരാകണം, സാക്ഷികളെയും കുടുംബത്തെയും സ്വാധീനിക്കാൻ ശ്രമിക്കരുത് തുടങ്ങിയ നിബന്ധനകളോടെയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ഒരു തെറ്റും ചെയ്യാത്ത ഒരാൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ലല്ലോ. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നീതിന്യായ കോടതിയിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് എല്ലാ അന്വേഷണങ്ങളോട് സഹകരിക്കുമെന്നാണ് പ്രിയപ്പെട്ട MLA നിലപാട് നേരത്തെ വ്യക്തമാക്കിയതാണ്. സത്യം ജയിക്കും, അതെപ്പോഴും അതാണ് ഇപ്പോൾ തെളിഞ്ഞതോടെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ICയെ തകർക്കാൻ കഴിയില്ല, രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തെ തകർക്കാൻ കഴിയില്ല എന്നുള്ളത് അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കള്ളക്കേസ് എടുക്കുകയും അദ്ദേഹത്തെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. കേസ് പൂർണ്ണമായും എഴുതിത്തള്ളാൻ ഹൈക്കോടതിയെ സമീപിക്കാനാണ് നേതാക്കളുടെ തീരുമാനം. ശ്രീ NM വിജയൻ ഒരു ആത്മഹത്യാക്കുറിപ്പ് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ആ ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദമായ സൂചനകൾ ആ കത്തിലുണ്ട്. എന്നാൽ ആ കത്തിനെ മറച്ചു വെച്ചുകൊണ്ട് എപ്പോഴോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതിയിട്ടുള്ളതായി പറയപ്പെടുന്ന ഒരു കത്തിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് IC ബാലകൃഷ്ണനെതിരെ ഒരു കളവായ കേസ് നിർമ്മിച്ചെടുക്കാനാണ് പോലീസും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളും ശ്രമിച്ചത്. IC ബാലകൃഷ്ണന്റെ രാജി, കോൺഗ്രസ് നേതാക്കളുടെ അറസ്റ്റ് എന്നിവ ആവശ്യപ്പെട്ട് CPIM വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. കോൺഗ്രസ് നേതാക്കൾക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചെങ്കിലും സമരം തുടരാനാണ് CPIMന്റെ തീരുമാനം. നിലവിൽ ക്രൈംബ്രാഞ്ചും വിജിലൻസും അന്വേഷണം നടത്തുന്നുണ്ട്. ഒളിവിൽ പോയ കോൺഗ്രസ് നേതാക്കൾക്ക് ഇനി വയനാട്ടിലേക്ക് മടങ്ങിയെത്താം. മുൻകൂർ ജാമ്യം ലഭിച്ച പശ്ചാത്തലത്തിൽ ഇനി CPIM സമരം ഏതു വിധത്തിൽ ആകുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഒപ്പം അന്വേഷണ സംഘത്തിന്റെ നടപടികളും. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.